നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വലിയ മാറ്റങ്ങളിലേക്കാണ് സൗദി അറേബ്യ കടക്കുന്നത്. എന്നാൽ ആ മാറ്റങ്ങളെല്ലാം തന്നെ പ്രവാസികൾക്ക് ആശ്വാസമാകുമോ എന്ന് കൂടി ഉറ്റുനോക്കുകയാണ് ഇവരും. പ്രത്യേകിച്ച് സ്വദേശിവൽക്കരണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തിന്റെ പൊതു സാമ്പത്തിക സ്ഥിതി മാറുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള മൂല്യവർദ്ധിത നികുതിയിൽ ഇളവ് വരുത്താൻ കഴിയുമോ എന്ന കാര്യം ആലോചിക്കുന്നതായി സൗദി അധികൃതർ അഭിപ്രായപ്പെട്ടു. വാറ്റ് നികുതി കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുന്നതായി സൗദി ധനമന്ത്രി മുഹമ്മദ് അൽ ജഹ്ദാൻ പറഞ്ഞു. രാജ്യത്തെ ഇപ്പോഴുള്ള മൂല്യവർദ്ധിത നികുതി കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട സാധ്യതകൾ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വിധേയമാക്കണം. സൗദിയുടെ സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നയം തയ്യാറാക്കിയെടുക്കണം. രാജ്യത്തിന്റെ GDP ഇപ്പോഴുള്ള സ്ഥിതി എത്രയാണെന്നും അത് ഏത് രീതിയിൽ എത്തിക്കണമെന്ന കാര്യത്തിൽ പഠനം നടത്തണം. ഇതിനുശേഷം മാത്രമേ ആവശ്യമായ പദ്ധതികൾ രൂപീകരിക്കുകയുള്ളൂ. നിശ്ചിത ശതമാനത്തിൽ തന്നെയായിരിക്കും രാജ്യത്തിന്റെ GDP ഉയർത്താൻ വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കുക. സാമ്പത്തിക സുസ്ഥിരത പദ്ധതി രാജ്യത്ത് നടപ്പിലാക്കുമ്പോൾ എണ്ണ വരുമാനം, എണ്ണ ഇതര വരുമാനം എന്നിവ സംബന്ധിച്ച് കൃത്യമായ കണക്കുകൾ വേണം. വരുമാനം അനുസരിച്ച് മാത്രമേ പദ്ധതികൾ തയ്യാറാക്കാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ പഠനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വരുമാനമാണ് രാജ്യം ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തമായി സൂചിപ്പിച്ചിരുന്നു. വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ആവശ്യകതയും ബജറ്റിൽ പറഞ്ഞിരുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക മേഖല വലിയ രീതിയിൽ ശക്തി പ്രാപിക്കുന്നത് സ്വദേശികളുടെയും വിദേശികളുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തും. നിരവധി സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ സഹായകരമാകും. ഈ വർഷം മാർച്ച് വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ സൗദി സെൻട്രൽ ബാങ്കിന്റെ ആസ്തി 1.63 ട്രില്യൺ, അതായത് 435 ബില്യൺ റിയാൽ എത്തിയിരിക്കുന്നു. കോവിഡ് രാജ്യത്ത് പടർന്നു പിടിച്ചപ്പോൾ വലിയ സാമ്പത്തിക നഷ്ടങ്ങളാണ് ഉണ്ടായത്. കോവിഡ് നഷ്ടം വലിയ രീതിയിൽ എണ്ണ മേഖലയെ ബാധിച്ച സമയത്താണ് മൂല്യവർദ്ധിത നികുതി 3 ഇരട്ടി വർദ്ധിപ്പിച്ചത്. പിന്നീട് യുക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ചപ്പോഴാണ് എണ്ണവില ബാരലിന് $100 മുകളിലേക്ക് എത്തിയത്. 2022 ആദ്യ 3 മാസങ്ങളിൽ സൗദിക്ക് $15.33 ബില്യൺ ബജറ്റ് മിച്ചമുണ്ടാക്കാൻ കഴിഞ്ഞതായും ധനമന്ത്രി വിശദീകരിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.